സ്നേഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സൃഷ്ടാവിനോടും നമ്മളുടെ പ്രവാചകനോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മളുടെ സഹജീവികളോട്, നമ്മളുടെ ചുറ്റുഭാഗത്തുള്ളവരോട്, നമ്മളുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം, അവരോട് നമുക്ക് വേണ്ട സ്നേഹം. സ്നേഹം ദിവ്യമാണ്. ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു വരദാനമാണ് സ്നേഹം. ആ സ്നേഹം അത് ചുറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളത് ആണ് മനുഷ്യന് ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് കാണാനുള്ളത്. പലപ്പോഴും നാം ഈ ഒരു കാര്യത്തിൽ പിശുക്ക് കാണിക്കാറുണ്ട്. ഒരു ചെലവുമില്ലാത്തൊരു കാര്യമാണ് സ്നേഹം നൽകുക എന്നുള്ളത്. ശാരീരികമായോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായോ ഒന്നും ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് സ്നേഹിക്കുക. അത് മനസ്സിൻ്റെ ഒരു തീരുമാനം മാത്രം മതി സ്നേഹിക്കാൻ. തുറന്നു കൊടുക്കുക നമ്മളുടെ മനസ്സ്, മറ്റുള്ളവർക്ക് അതിൽ ഇടം നൽകുക എന്നുള്ളത്. പലപ്പോഴും പലരും, അടുത്ത ബന്ധുക്കൾ വരെ, സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പ്രകടിപ്പിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. പലർക്കും സ്നേഹിച്ചാൽ തന്നെ, സ്നേഹമുണ്ടെങ്കിൽ തന്നെ അത് പറയാൻ പറ്റില്ല. ഉള്ളിൽ സ്നേഹമുണ്ടാകും, പക്ഷേ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പലർക്കും പറ്റില്ല. അത് മാറണം. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റണം, കാണിക്കാൻ പറ്റണം. റസൂൽ തിരുമേനിയൊക്കെ സ്വന്തം വീട്ടിൽ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു, കാണിച്ചിരുന്നു എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ സഹാബികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇംഗ്ലണ്ടിലൊരു ഓൾഡ് പീപ്പിൾസ് ഹോം, അതായത് ഈ വയസ്സായ ആൾക്കാരൊക്കെ കിടത്തിയിട്ടുള്ള വീടുകൾ, അതേക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ ഓൾഡ് പീപ്പിൾസ് ഹോമിൽ പോയി ഒരാൾ ഒരു റിസർച്ച് നടത്തിയപ്പോൾ അവിടെയുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരാൾ പറഞ്ഞ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അടുത്ത് ആൾക്കാരോട്, സ്നേഹമുള്ളവരോട് അത് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ പലപ്പോഴും തോന്നുന്നതാണ്. മക്കളോടായാലും, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാനോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനോ പലപ്പോഴും പറ്റില്ല. പക്ഷെ അത് പറഞ്ഞിരിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കും, പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ മക്കളോടായാലും മറ്റുള്ളവരോടായാലും നമുക്ക് പറ്റില്ല. ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക. അവരെ പ്രായമായി കഴിഞ്ഞാൽ അവരെ പരിപാലിക്കുക എന്നുള്ളത്. ഓൾഡ് ഹോമിലും മറ്റും കൊണ്ടുപോയി ആക്കുക ഇസ്ലാമിൻ്റെ ഒരു കൾച്ചറല്ല. സ്വന്തം മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്നാണ് നബി വചനം. പ്രായമായ മാതാവിനെയും പിതാവിനെയും, പ്രത്യേകിച്ച് മാതാവിനെ നോക്കാൻ പറ്റിയ ഒരു വ്യക്തി സ്വർഗത്തിന് അർഹനാണ്. സ്നേഹം സ്വന്തം മക്കളോട് തുടങ്ങി മാതാപിതാക്കളിൽ വരെ എല്ലാവരോടും സ്നേഹം നമുക്ക് വേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ളവരോടും സ്നേഹം നമുക്ക് വേണ്ടതാണ്. ഈ ഒരു കാര്യം പരിശുദ്ധ റമളാൻ മാസത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അത് കൂടാതെ ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, അത് മറ്റുള്ളവരെ അറിയിക്കുവാനുമുള്ള മനസ്സിൻ്റെ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയാൽ അത് നാം ശാരീരികമായും മാനസികമായും ഈ ഹെൽത്തി റംദാൻ്റെ നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു മാർഗമാക്കുവാനും പറ്റും. അതിന് കഴിയട്ടെ.